ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് രാജ്കോട്ടിൽ ഫെബ്രുവരി 15 തുടങ്ങും. ആദ്യ 2 ടെസ്റ്റുകളിൽ മികച്ച പ്രകടനങ്ങളാണ് രണ്ട് ടീമുകളും കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ 1-1 എന്ന നിലയിലാണ്. ഇന്ത്യക്ക് തുടക്കം മുതലേ നല്ല വാർത്തകളല്ല വരുന്നത്. ആദ്യം തന്നെ വിരാട് കോഹ്ലി ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ പരിക്ക് മൂലം താരത്തെയും ഒഴിവാക്കി. ഇപ്പോൾ ഇതാ മൂന്നാം ടെസ്റ്റിൽ തിരിച്ചു കയറിയ KL രാഹുൽ ടീമിൽ നിന്നും പുറത്തായിരിക്കുന്നു. താരം മാച്ച് ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. പരിക്ക് മൂലം 2ാം ടെസ്റ്റിൽ കളിക്കാതിരുന്ന താരം 3ാം ടെസ്റ്റിൽ തിരിച്ചു കയറിയെങ്കിലും മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്തില്ല എന്നതാണ് വാർത്തയാവുന്നത്. BCCI പറയുന്നത് മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമേ താരത്തെ കളിപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. KL രാഹുലിൻ്റെ പകരക്കാരനായി ദേവ്ദത്ത് പടിക്കലിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിൽ താരം നടത്തിയ മികച്ച പ്രകടനങ്ങളാണ് താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്കിൽ താരത്തിന് അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. വളരെ നാളുകളായി മികച്ച പ്രകടനം നടത്തിയിട്ടും അവഗണന നേരിട്ടുകൊണ്ടിരുന്ന താരമായിരുന്നു സർഫറാസ് ഖാൻ. താരത്തെ തന്നെയാവും അടുത്ത ടെസ്റ്റിൽ KL രാഹുലിന് പകരം കളിപ്പിക്കുക. 4ാം നമ്പറിൽ തന്നെ സർഫറാസ് ഖാൻ കളിക്കും. KL രാഹുൽ, ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി ഇവരാരും ഇല്ലാത്ത ഒരു ഇന്ത്യൻ പ്ലേയിങ് 11 അടുത്ത ടെസ്റ്റിൽ കളിക്കുക. ഇവരാരും ഇല്ലാതെ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം നടത്താൻ സർഫറാസ് ഖാന് കഴിയും. ഇവരാരും ഇല്ലാത്ത ഇന്ത്യൻ ടീമിൽ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ പിന്നെ താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.